നമസ്കാരം, എല്ലാവർക്കും വിൻമേ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഫലാഫൽ എങ്ങനെയാണ് ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ നോക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളക്കടലയില്ലേ, കാബൂളി കടല, ഇത് രാത്രിയെ കുതിർത്ത് വെച്ചത്. ഒരു 7 മണിക്കൂർ ഇത് കുതിർത്ത് വെച്ചിട്ട് എടുത്തതാണ്. ഇത് എന്നിട്ട് നല്ലോണം വെള്ളമെല്ലാം ഊറ്റിയെടുത്തതാണ്. പിന്നെ 1 പിടി മല്ലിയില വേണം, ഒരു 3 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണോളം നമുക്ക് ഉപ്പ് വേണം, ആവശ്യത്തിനുള്ള ഉപ്പ് എടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് ലെമൺ ജ്യൂസ്, ഓയിൽ വറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 2 പിഞ്ച്, ഒരു 1/4 ടീസ്പൂണിന് അടുപ്പിച്ചിട്ട് ബേക്കിംഗ് സോഡ വേണം. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു മീഡിയം സൈസുള്ള സവാള. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കടല ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ മല്ലിയിലയും സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, ലെമൺ ജ്യൂസ്, ബേക്കിംഗ് സോഡ. ഇത്രയും നമുക്കൊന്ന് തരിതരിപ്പായിട്ട്, അധികം അരഞ്ഞ് നല്ലോണം അരയേണ്ട, പേസ്റ്റ് പോലെ ഒന്നും അരയേണ്ട, ഒന്നൊരു തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ നല്ലോണം ഇതിങ്ങനെ തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി ഇത് ഓരോന്നും ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഇതുപോലെ ഉരുട്ടി എടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതുപോലെ ആക്കി ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുത്ത ബോൾസാണിത്. ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ പാത്രം വെച്ച് ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ചൂടായി വന്നിട്ട് നമുക്കിത് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ടപ്പാട് ഒന്നും ചെയ്യാൻ പാടില്ല. ഒരു 30 സെക്കൻഡ് അനങ്ങാണ്ട് വെക്കണം. ഇട്ടപ്പാട് ഇളക്കി കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടിഭാഗം ആയിട്ടുണ്ട്. നമുക്ക് മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഇപ്പോൾ 2 ഭാഗവും ഞാൻ ഇതുപോലെ തിരിച്ചും മറിച്ചു കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഫലാഫൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സോസിൻ്റെ കൂടെ, ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ശരിക്കും ഇത് ഹമ്മൂസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യേണ്ടത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒലിവ് ഓയിൽ തീർന്നു പോയി. അതുകൊണ്ടാണ് ഞാൻ ഹമ്മൂസ് ആക്കാണ്ട് തൽക്കാലം സോസ് വെച്ചിട്ട് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. രാവിലെ തന്നെ 1 കപ്പ് വെള്ളക്കടല എടുത്തിട്ട് കുതിർത്ത് വെച്ചാൽ ഈവനിങ്ങിൽ നമുക്ക് കുട്ടികൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കുക ഇതുപോലെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.